ആൻഡ്രോയിഡും ഐഫോണും രണ്ട് ധ്രുവങ്ങളിലുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണിത്. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറഞ്ഞു വരികയാണ്. പലപ്പോഴും ആൻഡ്രോയിഡിലുള്ള നല്ല ഫീച്ചേഴ്സ് ഐഫോൺ കോപ്പി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഐഫോണിലുള്ള പല ഫീച്ചേഴ്സും ആൻഡ്രോയിഡും കോപ്പി ചെയ്യാറുണ്ട്. 2022 തുടക്കത്തിൽ ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഐഫോണിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ്രോയിഡ് ഏതിലൊക്കെയാണ് മികച്ചു നിൽക്കുന്നത്, ഇവ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ ഏറ്റവും നല്ലത് എന്നൊരു ചോദ്യവുമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ പറ്റിയും ഗുണങ്ങളെ പറ്റിയും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ, ഞാൻ ഇന്ന് കമ്പയർ ചെയ്യുന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിന്റെ യഥാർത്ഥ എക്സ്പീരിയൻസ് തരുന്ന പിക്സൽ 4a ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ സാംസങ്ങോ വൺപ്ലസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോണുകളുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത് എങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്തായാലും ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് ആദ്യ കാലങ്ങൾ മുതൽ പിന്തുടർന്നു വരുന്ന ഒരു നാവിഗേഷൻ രീതിയുണ്ട്. ബാക്കിലേക്ക് പോകാൻ ഒരു ബട്ടൺ, ഹോം സ്ക്രീനിലേക്ക് പോകാൻ ഒരു ബട്ടൺ, റീസെന്റ് ആപ്ലിക്കേഷനിൽ പോകാൻ മറ്റൊരു ബട്ടൺ. ഇങ്ങനെ ഒരു 3 ബട്ടൺ ലേഔട്ട് ആണ് ആൻഡ്രോയിഡിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ആൻഡ്രോയിഡിൽ അടുത്തിടെയായി വന്ന പല അപ്ഡേറ്റുകളിലൂടെ ഐഫോണിലെ നാവിഗേഷൻ രീതിയിലേക്ക് ആൻഡ്രോയിഡ് നീങ്ങുകയാണ്. അതായത് ഹോം സ്ക്രീനിലേക്ക് പോകാൻ സ്വൈപ്പ് അപ്പ് ചെയ്യുക, സ്വൈപ്പ് അപ്പ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയും. ബാക്കിലേക്ക് പോകാൻ ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക എന്നത് ഐഫോണിലെ രീതിയല്ല. പക്ഷേ ഇതൊന്നും കൂടാതെ ഐഫോണിൽ കണ്ടുവരുന്ന വൺ ഹാൻഡഡ് ഓപ്പറേഷൻ നമുക്ക് ആൻഡ്രോയിഡ് 12ലും കാണാൻ കഴിയും. iOS 15 വളരെ പ്രധാനമായ ഒരു ഫീച്ചറായിട്ട് ആപ്പിൾ അവതരിപ്പിച്ചതാണ് ഫോക്കസ് മോഡ്. പക്ഷേ യഥാർത്ഥത്തിൽ ആൻഡ്രോയിഡ് 10ൽ തന്നെ ഇതുപോലൊരു ഫീച്ചർ ഗൂഗിൾ അന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷേ അന്ന് ഗൂഗിൾ അവതരിപ്പിച്ച ഫോക്കസ് മോഡിനേക്കാളും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്സ് ഉൾപ്പെടുത്തിയാണ് ഐഫോണിൽ ഫോക്കസ് മോഡ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മാത്രം. ആൻഡ്രോയിഡ് ഉള്ള കാലം മുതലേ ഉള്ളതാണ് ഒരു ആപ്പ് ഡ്രോയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ആദ്യമൊക്കെ ഐഫോണിൽ ഇത് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നെങ്കിൽ തന്നെയും iOS 14 മുതൽ നമുക്ക് ഒരു ആപ്പ് ഡ്രോയർ ഐഫോണിലും കാണാൻ കഴിയും. കീബോർഡിന്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സ്വൈപ്പ് ഗെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന കീബോർഡ് ആൻഡ്രോയിഡിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും iOS 13 മുതൽ സ്വൈപ്പ് ഗെസ്റ്റേഴ്സ് ഉപയോഗിച്ചുള്ള കീബോർഡും നമുക്ക് ഐഫോണിൽ കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടോ പ്രത്യേകമായി നമ്പർ പാഡ് ഉള്ള ഒരു കീബോർഡ് ഐഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് എനിക്കൊരു പോരായ്മയായി തന്നെ തോന്നിയിട്ടുണ്ട്. അടുത്തതായി ഐഫോണിലും ആൻഡ്രോയിഡിലും സാമ്യതയുള്ള മറ്റൊരു ഭാഗമാണ് പ്രൈവസി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡിലും ഐഫോണിലും 2 പേരുകളിലായി ഈ ഒരു പ്രൈവസി റിപ്പോർട്ട് കാണാൻ കഴിയും. ആൻഡ്രോയിഡിൽ പ്രൈവസി റിപ്പോർട്ട് എന്ന പേരിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിന്റെ ക്യാമറ, മൈക്രോഫോൺ എന്നിവയൊക്കെ ആക്സസ് ചെയ്തു എന്ന് കാണാൻ കഴിയുമെങ്കിൽ ഐഫോണിൽ ആപ്പ് പ്രൈവസി റിപ്പോർട്ട് എന്ന ഒരു പ്രത്യേകമായ ഒരു സെഷന് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഐഫോണിൽ കണ്ടുവന്നിരുന്ന നോട്ടിഫിക്കേഷൻ രീതിയും ആൻഡ്രോയിഡിൽ ഇപ്പോൾ ലഭ്യമാണ്. ഉദാഹരണം, ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ മുകളിലായി ഒരു ഗ്രീൻ ലൈറ്റ് കാണിച്ചിരുന്നുവെങ്കിൽ അതേ രീതി നമുക്ക് ആൻഡ്രോയിഡിലും ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ തന്നെ മൈക്രോഫോൺ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ഐഫോണിലും ആൻഡ്രോയിഡിലും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയും. പക്ഷേ ആൻഡ്രോയിഡ് ഒരുപടി മുന്നോട്ട് പോയി ക്യാമറ ഉപയോഗിക്കുന്നതും മൈക്രോഫോൺ ഉപയോഗിക്കുന്നതും കൺട്രോൾ സെന്ററിൽ നിന്ന് പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു സെറ്റിംഗ്സ് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായി ഒരു സാമ്യത കണ്ട ഒരു ഏരിയയാണ് കോൾ റെക്കോർഡർ എന്ന് പറയുന്നത്. ഐഫോണിൽ പലരും കംപ്ലൈന്റ് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഐഫോണിൽ കോൾ റെക്കോർഡർ ലഭ്യമല്ല എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഗൂഗിളിന്റെ സ്വന്തം പിക്സൽ ഫോണിൽ പോലും ഈ ഒരു കോൾ റെക്കോർഡർ ലഭ്യമല്ല. ഒരുപക്ഷെ മറ്റു ആൻഡ്രോയിഡ് ഫോൺ നിർമ്മാതാക്കൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെയും കോൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് മറുവശത്തുള്ള ആൾക്ക് എന്റെ ഫോണിൽ നിന്ന് നമ്മുടെ തമ്മിലുള്ള കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുന്നു എന്ന തരത്തിൽ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് ആ ഒരു റെക്കോർഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റെക്കോർഡിംഗിന്റെ ഉപയോഗം എന്താണ് എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മറ്റൊരു സാമ്യതയെ പറ്റി പറയുകയാണെങ്കിൽ ഐഫോണിൽ ഏതൊരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കാറുണ്ട്. ഈ ഒരു ലൊക്കേഷൻ പെർമിഷൻ തന്നെ നമുക്ക് എലോ കൊടുക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് പെർമിഷൻ കൊടുക്കാം. അങ്ങനെ പെർമിഷൻ കൊടുത്താൽ തന്നെയും പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കാനും കഴിയും, അല്ല ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷനും കൊടുക്കാൻ കഴിയും. ഇതേ രീതി തന്നെ നമുക്ക് ആൻഡ്രോയിഡ് 12ലും കാണാൻ കഴിയും. ഇതുപോലെ ഒരുപാട് സാമ്യതകൾ ഇപ്പോൾ ഐഫോണും ആൻഡ്രോയിഡും തമ്മിലുണ്ട്. ഐഫോണിനെ ഏറ്റവും കൂടുതൽ മികച്ചതാക്കി നിർത്തുന്നത് അവരുടെ കയ്യിലുള്ള ഒരു എക്കോസിസ്റ്റമാണ്. മറ്റൊരു നിർമ്മാതാക്കൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഒരേ കമ്പനി തന്നെ മൊബൈൽ ഫോൺസ്, വാച്ചസ്, ഇയർഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റവും മികച്ചതായി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള സീംലെസ് ആയിട്ടുള്ള ഇന്റിഗ്രേഷൻ ആപ്പിളിന്റെ ഒരു വിജയമന്ത്രം തന്നെയാണ്. ഇങ്ങനെ ഒരു വിജയമന്ത്രത്തെ നിലനിർത്തുന്നത് ഈസി ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന എയർ ഡ്രോപ്പ് പോലുള്ള ഒരു ഫീച്ചറും. ഐഫോണിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ പറയുന്ന എയർ ഡ്രോപ്പ്.
ഇതേ ഫീച്ചറിനോട് സാമ്യതയുള്ള ഒരു മറ്റൊരു ഫീച്ചറായിട്ടാണ് ആൻഡ്രോയിഡ് നിയർ ബൈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആപ്പിളിന്റെ കൈവശം ഉള്ളതുപോലെ വളരെ മനോഹരമായൊരു എക്കോ സിസ്റ്റം ഗൂഗിളിനോ മറ്റ് നിർമ്മാതാക്കൾക്കോ അവകാശപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിയർ ബൈ ഷെയർ എന്ന് പറയുന്നത് വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞിടയ്ക്കായി ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി. നിയർ ബൈ ഷെയറിലൂടെ വിൻഡോസ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ഷെയർ ചെയ്യാൻ ഗൂഗിൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഒരു എക്കോ സിസ്റ്റം ചെറുതായിട്ടെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസസിനും ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതായത് ഇയർഫോൺ ഉണ്ട്, വാച്ചസ് ഉണ്ട്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആപ്പിൾ നൽകുന്ന ഒരു എക്കോ സിസ്റ്റം ഒരിക്കലും ആൻഡ്രോയിഡിന് വളരെ പെട്ടെന്ന് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പല വർഷങ്ങളിലൂടെ പല അപ്ഡേറ്റുകളിലൂടെ ആൻഡ്രോയിഡിലും ഐഫോണിലും വന്ന സാമ്യതകളെ പറ്റിയാണ്. ഇനി എനിക്ക് ഐഫോണിൽ പ്രധാനമായി ഇഷ്ടപ്പെട്ട ആൻഡ്രോയിഡിൽ ഇല്ലാത്ത ചില ഫീച്ചറുകളെ പറ്റി പറയാം. ഒന്നാമതായിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഐഫോണിൽ ചെയ്യാൻ കഴിയും. ഉദാഹരണം, ഏതെങ്കിലും ഡോക്യുമെന്റ് നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡിൽ അഡോബ് സ്കാൻ പോലുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഐഫോണിൽ അതിന്റെ ആവശ്യമില്ല. ഐഫോണിലെ ഫയൽസ് ആപ്ലിക്കേഷനകത്തും നോട്ട്സിനകത്തുമൊക്കെ തന്നെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യാൻ കഴിയും. ഐഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ലൈവ് ടെക്സ്റ്റ് ഫ്രം ക്യാമറ എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡിൽ ഗൂഗിൾ ലെൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡിൽ നമ്മൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്ത് ആ ഒരു ഇമേജിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പക്ഷേ ഐഫോണിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എവിടെയാണ് ടെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് അവിടെ ഒന്ന് കേഴ്സർ കൊണ്ടുവന്നതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന സ്കാൻ ഓപ്ഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് നമുക്ക് ഏത് ഡോക്യുമെന്റിൽ നിന്നാണ് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഇൻസേർട്ട് ആകുന്നതാണ്. ആൻഡ്രോയിഡിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കേണ്ട രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഐഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഷോർട്ട് കട്ടിന്റെ സാധ്യതകളെ പറ്റി പലരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണം, ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാൾപേപ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് മാറ്റാൻ കഴിയും, യൂട്യൂബ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. കുറച്ചുകൂടി നമുക്ക് ഒരു അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സൽ ഫയലിൽ നിന്ന് ഡേറ്റ എടുത്ത് ആ ഒരു ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ കഴിയും. ആൻഡ്രോയിഡിൽ ടാസ്കർ പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. ഐഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഇമേജോ ലിങ്കോ ടെക്സ്റ്റോ ഒക്കെ കോപ്പി ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് മറ്റൊരു ആപ്ലിക്കേഷനിൽ വന്ന് ഡ്രോപ്പ് ചെയ്യാൻ കഴിയും. ഇത് കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഐപാഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐപാഡിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം അതേ ടെക്സ്റ്റ് എനിക്ക് ആൻഡ്രോയിഡിൽ വളരെ എളുപ്പത്തിൽ പേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഫോണിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ കാണാത്ത മറ്റൊരു ഫീച്ചറാണ് നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറയുന്നത്. ഇൻഷോട്ട് പോലുള്ള ഒരുപാട് ന്യൂസ് ആപ്ലിക്കേഷൻസ് എൻ്റെ ഫോണിലുണ്ട്. പക്ഷേ എപ്പോഴും ഈ ഒരു ന്യൂസ് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതൊരു നോട്ടിഫിക്കേഷൻ സമ്മറി ആയിട്ട് ഇടുമ്പോൾ ഏതെങ്കിലും കൃത്യമായ ഒരു സമയത്ത് ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഒരേ രീതിയിൽ വരികയും അങ്ങനെ വളരെ പ്രധാനമായ വാർത്ത ഒരുമിച്ച് ഒരു സമയത്ത് വായിക്കാൻ കഴിയുക എന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതുപോലുള്ളൊരു നോട്ടിഫിക്കേഷൻ സമ്മറി എനിക്ക് ആൻഡ്രോയിഡിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല.